ഒരു ഒമാനി റിയാലിന് 240 രൂപ. രൂപയുടെ ഇടിവോടെ പ്രവാസികൾക്ക് നേട്ടം. ഇറാനെതിരായ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണം ശക്തമായി അപലപിച്ച് ഒമാൻ. റമദാൻ അവസാന ആഴ്ച ഒമാനിലെ പള്ളികൾ പ്രാർത്ഥന നിർഭരമായി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് നേട്ടം. ഒരു ഒമാനി റിയാലിന് വെള്ളിയാഴ്ച 240 ഇന്ത്യൻ രൂപ എന്ന നിരക്കിലെത്തി. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ സർവകാല താഴ്ചയിൽ എത്തിയത് വിനിമയ നിരക്ക് ഉയരാൻ കാരണമായി. ഇൻട്രോ ട്രേഡിംഗിൽ ഡോളറിന് 92.48 വരെ എത്തിയ രൂപ 92.45 നിരക്കിലാണ് വ്യാപാരം അവസാനിച്ചത്. ഇതോടെ ഒമാനി റിയാലിന്റെ വില 240 രൂപയിലെത്തി. നിലവിൽ ഒമാനിലെ എക്സ്ചേഞ്ചുകളിൽ ഏകദേശം 239 രൂപയാണ് നൽകുന്നത്. തിങ്കളാഴ്ച രാവിലെ ഇതേ നിരക്ക് തുടരുമെന്നാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ ബാരലിന് $101 മുകളിലേക്ക് ഉയർന്നതും ഇന്ത്യൻ ഓഹരി കമ്പോളത്തിൽ നിന്ന് വിദേശ നിക്ഷേപകർ ഓഹരി വിറ്റൊഴിഞ്ഞതും രൂപക്ക് സമ്മർദ്ദം ചെലുത്തിയതായി സാമ്പത്തിക വിദഗ്ധനായ ആർ മധുസൂദനൻ പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം തുടരുന്നതും രൂപയുടെ നില മെച്ചപ്പെടുത്തുന്നതിനെ ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ക്രൂഡ് ഓയിൽ ഉൽപാദനം വെട്ടിക്കുറച്ചതും വില വർധനവിന് കാരണമായി. ഇന്ധന ഉപഭോഗത്തിന്റെ 85% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കും. LNGയുടെ ഉൽപാദനത്തിലുള്ള കുറവും ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങളും ഇന്ത്യയിലെ ഗാർഹിക ഹോട്ടൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതും കേരളത്തിലെ ടൂറിസം മേഖലയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ആഭ്യന്തര വ്യോമഗതാഗതം, ഹോട്ടൽ, ടാക്സി, മറ്റു സേവന മേഖലകളെയും അതുമൂലം രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ശക്തമായ വിദേശ നാണയ ശേഖരണം രൂപയുടെ വില ഇടിയുന്നത് തടയാൻ RBIയെ സഹായിക്കും. തിങ്കളാഴ്ച വ്യാപാരം പുനരാരംഭിക്കുമ്പോൾ RBI കാര്യമായ ഇടപെടൽ നടത്തേണ്ടത് രൂപയുടെ മൂല്യം തിരിച്ചു കയറുന്നതിന് പ്രധാനമാണ്. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു ഒമാൻ. GCC സെക്രട്ടറി ജനറലും വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും പങ്കെടുത്ത സംയുക്ത മന്ത്രിതല യോഗത്തിലാണ് ഒമാൻ നിലപാട് വ്യക്തമാക്കിയത്. ഓൺലൈനായി നടന്ന യോഗത്തിൽ ഒമാൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ മന്ത്രാലയത്തിലെ അംബാസഡർ അറ്റ് ലാർജ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഹിനായി നയിച്ചു. ഇറാൻ ഭൂപ്രദേശത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും മേഖലയിലെ ഏതൊരു രാജ്യത്തെയും ലക്ഷ്യമിട്ടുള്ള സൈനിക നടപടികൾ ഒമാൻ ശക്തമായി എതിർക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിസന്ധികൾക്ക് നയതന്ത്രപരമായ പരിഹാരമാണ് ആവശ്യമായതെന്നും മേഖലയിലെ സൈനിക സംഘർഷം കുറയ്ക്കാൻ രാജ്യങ്ങൾ സഹകരിക്കണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു. ഫലസ്തീൻ ജനതയുടെ സംരക്ഷണത്തിനും സമഗ്രമായ സമാധാനത്തിനും GCC രാജ്യങ്ങൾ പിന്തുണ ആവർത്തിക്കുകയും ചെയ്തു. പുണ്യ റമദാൻ അവസാന ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഒമാനിലെ പള്ളികൾ പ്രാർത്ഥന നിർഭരമായി. മസ്കത്തിലെ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് ഉൾപ്പെടെ രാജ്യത്തെ വിവിധ പള്ളികളിൽ വെള്ളിയാഴ്ച വിശ്വാസികൾ വലിയ തോതിൽ ഒത്തുചേർന്നു. പള്ളികളുടെ അകത്തളങ്ങൾ നിറഞ്ഞതോടെ പുറത്തെ മുറ്റങ്ങളിലും വിശ്വാസികൾക്കായി സൗകര്യങ്ങൾ ഒരുക്കി. റൂവി, വാദി ഖബീർ, സീബ് തുടങ്ങിയ പ്രവാസികൾ കൂടുതലുള്ള മേഖലകളിലും പള്ളികൾ തിങ്ങി നിറഞ്ഞു. റമദാനിലെ അവസാന വെള്ളിയാഴ്ചയായിരിക്കാം എന്ന പ്രതീക്ഷയിൽ കുതുബകളിൽ റമദാൻ നൽകിയ ആത്മീയ പാഠങ്ങൾ ജീവിതത്തിൽ തുടരണമെന്ന് ഇമാമുകൾ ആഹ്വാനം ചെയ്തു. പല സ്ഥലങ്ങളിലും സന്നദ്ധ പ്രവർത്തകർ നോമ്പുതുറ വിഭവങ്ങളും പാനീയങ്ങളും വിതരണം ചെയ്തു. റമദാന്റെ അവസാന 10 ദിവസങ്ങളിൽ എഴുത്തിക്കാഫും തെറാവീഹ് നമസ്കാരവും പള്ളികളിൽ സജീവമായി തുടരുകയാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭ്യമാക്കുന്നതിനായി നടപടി സ്വീകരിക്കണമെന്ന് പ്രവാസി കമ്മീഷൻ അറിയിച്ചു. കണ്ണൂരിൽ നടന്ന പ്രവാസി കമ്മീഷൻ അദാലത്തിനിടെയാണ് ഇതു സംബന്ധിച്ച മറുപടി നൽകിയത്. മസ്കത്തിൽ മാധ്യമപ്രവർത്തകനായ തലശ്ശേരി സ്വദേശി കബീർ യൂസഫ് സമർപ്പിച്ച നിവേദനം കമ്മീഷൻ ഫയലിൽ സ്വീകരിച്ചു. മികച്ച സൗകര്യങ്ങളുള്ള കണ്ണൂർ വിമാനത്താവളത്തിൽ മണിക്കൂറിൽ 2000 യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. ഉത്തര കേരളത്തിനൊപ്പം മാഹി, മംഗളൂരു, കുടക്, മൈസൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ യാത്രക്കാരും ഈ വിമാനത്താവളം ഉപയോഗിക്കുന്നുണ്ട്. 2025-ൽ 10 ലക്ഷത്തിലധികം പേരാണ് കണ്ണൂർ വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്തത്. വിഷയം വിശദമായി പരിശോധിച്ച് വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് റിപ്പോർട്ട് തേടുമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ റിട്ടയർഡ് ജസ്റ്റിസ് സോഫി തോമസ് അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.